ഒന്നരം പാടിയേ. പണ്ടൊരു കുറുനരി തിന്മാനുള്ളത് തെണ്ടി നടന്ന് മനസ്സും മുട്ടി കണ്ടകമുള്ള വനങ്ങളിലെല്ലാം മണ്ടി നടന്നു തളർന്നു ശരീരം. കണ്ടാൻ ഒരു ദിശി നല്ല കരിമ്പുകൾ ഉണ്ടാക്കി പല വേരുകൾ കെട്ടി കാത്തുകിടപ്പാൻ പുരയും കെട്ടി പാർത്തിയിടുന്നൊരു നായരുമുണ്ട്. കേളച്ചാരൻ അവനുടെ പേരും. കേട്ടു ഗ്രഹിച്ച കുറുനരി ഒരു നാൾ കേളച്ചാരോട് ചെന്ന് പറഞ്ഞു, കേളച്ചാ, ഞാൻ ഉര ചെയ്യുന്നത് നാളെ 10 വെളുപ്പിന് മുൻപ് കോളല്ലാതൊരു ദൂഷണമുണ്ടാം. കാട്ടിൽ നടക്കുമോ ആനത്തലവൻ കേട്ട് കരിമ്പുകൾ ഉള്ള വിശേഷം. രക്ഷിച്ചിവിടെ വളർത്ത കരിമ്പുകൾ ഭക്ഷിപ്പാനായി വരുമത്തടിയൻ രക്ഷിക്കുന്നൊരു തന്നെ കൂടെ ഭക്ഷിക്കാതെ അടങ്ങുകയില്ല. അത് കേട്ടപ്പോൾ നേരെന്നോർത്തൊരു മുതുകേളച്ചാർ ഒന്ന് വിരണ്ടു. കുറുതായുള്ളൊരു കൗശലം ഉണ്ടിക കുറുനരി, ഞാനത് ബോധിപ്പിക്കാം. അമ്പുകൾ ചുട്ടു പഴിപ്പിച്ചെയ്താൽ കുമ്പിത്തടിയനെ ഇന്ന് വധിക്കാം. കരിമ്പു തിന്മാൻ കരിവരനുള്ളിൽ തരിമ്പ് മുഹമ്മദ് ഉണ്ടെന്നാകിൽ തരം വരുത്താം 10 വെളുപ്പിന് വരമ്പിനുള്ളിൽ ചെന്നാൽ അവിടെ കരിമ്പു കാണാമായത് തുമ്പി കരത്തിലാക്കി തിന്ന് മുടിപ്പാൻ ഒരുമ്പെടേണം. നീഹ ഞാനുണ്ട് അകമ്പടിക്കായി മുന്നിൽ നടപ്പാൻ. അവൻ മുൻപ് നടക്കും. ഇത്തരമൊരു ചെയ്തീടിന കുറുനരി മത്തഗജത്തെ കൊണ്ടുവരുമ്പോൾ 10-50 ദിവസത്തിന് ഭക്ഷണം ഈ തടിയന്റെ ശരീരം മതിയാ. ഇത്തൊഴിൽ നല്ല കണക്കിനു കൂടി കേളച്ചാരുടെ തടി കൊണ്ട് ഇന്നും നാളേക്കും തടവില്ല ഭുജിപ്പാൻ എന്ന് വിചാരിച്ച് അവനും ചെന്നൊരു ദിക്കിലൊളിച്ച് നിന്നാൻ. വന്നുടനാന കരിമ്പു തകർത്തു തിന്നു തുടർന്നൊരു സമയക്കേളൻ ചുട്ടുപൊഴുത്തൊരു ശരവും വില്ലും വട്ടം കൂടി പാതിര നേരം കുറ്റുമേലൊരു കാലും വെച്ചു. തെറ്റെന്നക്കണ വിട്ടൊരു നേരം മസ്തകവാകെ ബാണം കൊണ്ടൊരു മത്തകരിന്ദ്രൻ ചത്തുമറിഞ്ഞു. താനെത്തു വൻപതനാകിയ കേളച്ചാരെ പാമ്പ് കടിച്ചുടൻ അവനും ചത്തു. പത്തിപ്പുറമെ വില്ലിൻ മുനിയത് കുത്തുകയാല പാമ്പും ചത്തു. ഒക്കെ ചത്തത് കണ്ടു പ്രസാദിച്ച കുറുനരി അരികെ ചെന്നുടൻ അക്കുല വില്ലിൻ മുനമേലുള്ളൊരു രക്തം ചെന്നത് നക്കുന്നേരം പല്ലുകൾ തട്ടി മുറിഞ്ഞത് ഞാണും വില്ലു നിവർന്നുടൻ അവരുടെ വായിൽ കൊണ്ടുകരേറി കുറുനരി ഭോഷൻ. 2 വിളർന്നുടൻ അവനും ചത്തു. ഏഷണിയുള്ളവൻ ഇങ്ങനെ വരുമത് ദോഷങ്ങളിൽ അതിദോഷം നെയ്തം തീർന്നു. എല്ലാം ചത്തു. ചോരൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ?